നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 3 തിങ്കളാഴ്ചയാണ്. പുതിയൊരു മാസം ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ പുതിയ ഒരു ആഴ്ച കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാസം ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഏകദിന കന്നി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അഭിമാനകരമായൊരു നിമിഷം തന്നെയാണ്. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇതോടെ 4 ആഴ്ച നീണ്ടു നിന്ന നിഫ്റ്റിയുടെ നേട്ടങ്ങൾ ഇല്ലാതെയായി. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായ ISRO ഞായറാഴ്ച വിക്ഷേപിച്ചു. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും പ്രതീകമായി വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ISROയെ അഭിനന്ദിച്ചു. കൂടാതെ ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും വിദേശ ആശ്രിതത്വം ചെലവും കുറയ്ക്കുന്നതിനുമുള്ള ഒരു ചുവടുവയ്പും കൂടിയാണ് ഈ ദൗത്യം. ഏതായാലും ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, കൂടാതെ ഡാറ്റ പാറ്റേൺസ്, പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, സെൻട്രം ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ L&T, HAL, MTAR ടെക്നോളജീസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി പുറത്തു വന്ന കാർ സെയിൽസ് ഡാറ്റയിലേക്കാണ്. ഉത്സവകാല ആവശ്യകതയും ശക്തമായ SUV വിൽപ്പനയും കാരണം ഒക്ടോബറിൽ ഇന്ത്യയിലെ കാർ വിൽപ്പന റെക്കോർഡ് ഉയരത്തിലെത്തി. ആദ്യം ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഒക്ടോബറിൽ മൊത്ത വ്യാപാരത്തിൽ 27% വർധനവ് രേഖപ്പെടുത്തി 61,295 യൂണിറ്റുകളാണ് വിറ്റത്. SUV വിഹിതം 77% വർധനവാണ് കാണിച്ചത്. എക്കാലത്തെയും ഉയർന്ന ഒരു നിലയിൽ തന്നെയാണ് അതുള്ളത്. ഇലക്ട്രോണിക്സ് വാഹന വിൽപ്പന ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലെത്തി. മൊത്തം വിൽപ്പനയുടെ 15% ഉയർന്നത്. നവരാത്രിക്കും ദീപാവലിക്കും ഇടയിൽ 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ വിതരണം ചെയ്തു. ഇത് 33% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. അടുത്ത ഹുണ്ടായി മോട്ടോർ ഇന്ത്യ എന്ന കമ്പനി വിൽപ്പനയിൽ ഒരു ഇടിവാണ്, അതായത് 3% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൊയോട്ടോയുടെ കാര്യത്തിൽ നല്ലൊരു വിൽപ്പനയിലുള്ള വർധനമാണ് വന്നിരിക്കുന്നത്. വിൽപ്പനയിൽ 43% വർദ്ധിച്ച് 40,257 യൂണിറ്റുകളാണ് വിറ്റത്. ഇത് മറ്റുള്ള കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന വളർച്ച തന്നെയാണ് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയും വളരെ ഉയർന്ന വളർച്ച തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. അതിനുശേഷം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയിലേക്ക് വരാം. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ FMCG കമ്പനികൾ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു. രണ്ടാം പാദത്തിലെ ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് ശുഭാപ്തി വിശ്വാസം നിലനിൽക്കുന്നു. ഉത്സവ സീസണിലെ ഗ്രാമീണ മേഖലയിലെ വീണ്ടെടുക്കൽ, പണപ്പെരുപ്പ സ്ഥിരത എന്നിവയിൽ ഡിമാൻഡ് മെച്ചപ്പെടുന്നതായി കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി US മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒക്ടോബർ മാസത്തിൽ S&P 500 2.3% ഉയർന്നു. ഡൗ ജോൺസ് 2.5%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 4.7% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. S&P 500-ലെ 300-ലധികം കമ്പനികൾ ഇതുവരെ അവരുടെ മൂന്നാം പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫാക്ട്സെറ്റിന്റെ കണക്കനുസരിച്ച് അവയിൽ 80%-ലധികം കമ്പനികൾ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ആഴ്ച 100-ലധികം കമ്പനികൾ അവരുടെ പാദഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഏർണിങ്സ് വളരെ മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെ US മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് കാണുന്നത്. കൂടാതെ നവംബർ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ S&P 500-ന്റെ ആവറേജ് നേട്ടം എന്ന് പറയുന്നത് 1.8%. മികച്ച ഒരു മാസമായിട്ട് തന്നെയാണ് നമുക്ക് ചരിത്രം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച യൂറോസോൺ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വന്നത്. എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡാറ്റ കുറഞ്ഞത് തന്നെയാണ് വന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ യൂറോപ്യൻ വിപണികൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,09,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഡിസംബറിലെ എണ്ണ ഉൽപ്പാദനത്തിൽ ചെറിയ വർധനവ് വരുത്താനും എന്നാൽ അടുത്ത വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ ഉൽപ്പാദന വർധനവ് നിർത്താനും OPEC പ്ലസ് ഞായറാഴ്ച സമ്മതിച്ചു. എണ്ണ വിതരണം ധാരാളമായി ഇനിയും ഉണ്ടാകും എന്നുള്ള ആശങ്കകൾ വിപണിയിൽ പരന്നതാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ OPEC പ്ലസ് തീരുമാനിക്കാൻ കാരണമായത്. അടുത്തതായി ഏഷ്യൻ വിപണികളിലേക്ക്. വെള്ളിയാഴ്ച ജപ്പാൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 1.6% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,863 എന്ന നിലയിൽ 36 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്.
ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നോക്കുകയാണെങ്കിൽ 35 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു നല്ല ഡിസ്കൗണ്ട് കൂടിയുണ്ട്. 3 മാസത്തേക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. കഴിയുന്നതും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേരൊന്ന് നോക്കാം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ നെറ്റ് പ്രോഫിറ്റിൽ 169.5% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6191.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.1% വർധനവ് രേഖപ്പെടുത്തി 1,04,946.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 8.2% ഇടിവാണ് വന്നിരിക്കുന്നത്. 4,809.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2.7% വർധനവും വന്നു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 47.2% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതർ ഇൻകത്തിലും ഇടിവ് തന്നെയാണ്, 32% ഇടിവ് വന്നിരിക്കുന്നു. മോശം റിസൾട്ട് തന്നെയായിരുന്നു ബാങ്ക് ഓഫ് ബറോഡ ഇത്തവണ പുറത്തു കൊണ്ടുവന്നത്. അടുത്തത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6.5% ഇടിവാണ് വന്നിരിക്കുന്നത്. 459.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.3% വർധനവ് വന്നു. 3,825.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ടാറ്റ കെമിക്കൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 60.3% ഇടിവ് വന്നിരിക്കുന്നു. 77 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 194 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 3% ഇടിവും രേഖപ്പെടുത്തി. 3,877 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എക്സ്പൊണൻഷ്യൽ ലോസ് ആയി കമ്പനി 65 കോടി രൂപയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എക്സ്പൊണൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നില്ല. മറ്റൊരു കമ്പനി JK സിമെൻ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 27.6% വർധനവ് വന്നു. 160.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18% വർധനവും വന്നിരിക്കുന്നു. 3,019.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി SBFC ഫിനാൻസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 30% വർധനവ് വന്നു. 109.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 32% വർധനവ്. 281.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 55.8% വർധനവ് വന്ന് 32.7 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 30.6% വർധനവ്. 145.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. വീണ്ടും നല്ല റിസൾട്ടുമായി പുറത്തു വന്ന മറ്റൊരു കമ്പനി മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 47.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു. 14.02 കോടി രൂപ ലോസിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ വളരെ വലിയൊരു വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 130.7% വർധനവാണ് വന്നത്. 17.56 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിൽ 85.6% വർധനവും വന്നിരിക്കുന്നു. 15.5 കോടി രൂപയിലാണ് അതർ ഇൻകം ഉള്ളത്. മറ്റൊരു കമ്പനി സെൻസർ ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 17% വർധനവ് വന്നു. 182.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.7% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തു. അടുത്ത് RR കേബിൾ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 130.7% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 19.5% ശക്തമായിട്ടുള്ള ഒരു വർധനവും ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പുറത്തു വന്ന കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം ഒന്ന് നോക്കാം. ഭാരതി എയർടെൽ, ടൈറ്റൻ കമ്പനി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ACME സോളാർ ഹോൾഡിംഗ്സ്, അജന്ത ഫാർമ, അംബുജ സിമെൻറ്റ്സ്, ഭാരതി ഹെക്സാകോം, സിറ്റി യൂണിയൻ ബാങ്ക്, ഗ്ലെൻ ഫാർമ, JK പേപ്പർ, ഹിറ്റാച്ചി എനർജി, സ്റ്റൗ ക്രാഫ്റ്റ്, TBO ടെക്, ടിംകൻ ഇന്ത്യ, വെബ്സോൾ എനർജി സിസ്റ്റംസ്, വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ്, വോക്കാഡറ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് പുറത്തു വരുന്നത്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS 6,769 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIs ആവട്ടെ 7,068 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ FIS സെല്ലിങ്ങിൽ തന്നെയാണ്. വളരെ വലിയ സെല്ലിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,722 156 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. 4 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം നിഫ്റ്റി ഇടിഞ്ഞു. നിഫ്റ്റിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞതാണ് ഒരു ഡബിൾ ടോപ്പ് ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡൗൺഫോളിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടെന്ന്. കൂടാതെ ഒക്ടോബർ 24 തീയതിയിലെ ലോ ആയിട്ടുള്ള
25,718 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. ഡെയിലി ബേസിസിൽ അതിന് താഴെയായിട്ട് ക്ലോസിംഗ് വെച്ചില്ലെങ്കിലും വെള്ളിയാഴ്ചത്തെ ലോ എന്ന് പറയുന്നത് 25,711 കഴിഞ്ഞ ആഴ്ച നമുക്ക് നിഫ്റ്റിയിൽ ഫോമായ ഒരു ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ്. അതിന് തൊട്ട് മുൻപത്തെ ആഴ്ച ഫോം ആയതാണെങ്കിൽ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജിക്ക് സമാനമായ ക്യാൻഡിലും, രണ്ടും നെഗറ്റീവ് ക്യാൻഡിലുകളായിരുന്നു. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോണിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,700 സ്ട്രൈക്കിൽ 55% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്. 315% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,650 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 203% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,750 സ്ട്രൈക്കിൽ 107% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 702% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,776 255 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് വെള്ളിയാഴ്ച ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഒക്ടോബർ 24 ലോ ഇതുവരെ ബ്രേക്ക് ചെയ്യാത്തത് ചെറിയൊരു പോസിറ്റീവ് സൈനാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ 58,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,500. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.